എസ്റ്റേവോ വില്യൻ ഫ്രം സാവോ പോളോ. മാസങ്ങൾക്ക് മുമ്പാണ്, 2025 ജൂലൈ 4 ഫിലാഡൽഫിയയിലെ ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡിൽ ക്ലബ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ അരങ്ങേറുന്നു. ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ പാമറാസ് മരസ്കിയുടെ ചെൽസിയെ നേരിടാൻ ഒരുങ്ങുകയായിരുന്നു. 18-കാരൻ എസ്റ്റേവോ അന്ന് പാമറാസ് ജേഴ്സിയിലാണ്. ഇന്ന് തോറ്റാൽ ഇനി ഈ ജേഴ്സി കണിഞ്ഞ് മൈതാനത്തെത്താൻ ഉണ്ടാകില്ല. ദിവസങ്ങൾക്കകം ലണ്ടൻ നഗരത്തിലേക്ക് പറക്കാനുള്ളതാണ്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ കവാടങ്ങൾ അയാൾക്ക് മുന്നിൽ തുറന്നു കിടപ്പുണ്ട് അവിടെ. ആ മത്സരത്തിൽ പാമറാസിനായി എസ്റ്റേവോ കളം നിറഞ്ഞു കളിച്ചു. കോൾ പാമറിന്റെ ഗോളിന് 53-ാം മിനിറ്റിൽ അയാളുടെ മറുപടി എത്തി. എന്നാൽ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അവസാന ചിരി ചെൽസിയുടേതായിരുന്നു. എസ്റ്റേവോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചെൽസി താരങ്ങൾ പലരും അയാൾക്കരികിലെത്തി ലണ്ടൻ നഗരത്തിലേക്ക് അയാളെ സ്വാഗതം ചെയ്തു. ക്ഷമ വേണം, സമയമെടുക്കും. ദിവസങ്ങൾക്ക് മുമ്പ് എസ്റ്റേവോയെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് എൻസോ മരസ്കിയുടെ മറുപടി ഇതായിരുന്നു: ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് അയാൾ വരുന്നത്. ഇംഗ്ലീഷ് മണ്ണിൽ അഡാപ്റ്റ് ആവാൻ സമയമെടുക്കും. വി ആർ ഗോയിങ് ടു ഹെൽപ്പ് ഹിം ടു എൻജോയ് ഹിസ് ഫുട്ബോൾ. സ്ലോലി ഹി ഈസ് ഗോയിങ് ടു ഹെൽപ്പ് അസ് ഫോർ ഷുവർ. മരസ്കിയുടെ വാക്കുകൾ ഇന്നലെ അച്ചട്ടായി. ലിവർപൂളിനെതിരെ 75-ാം മിനിറ്റിൽ പെഡ്രോ നെറ്റോയുടെ പകരക്കാരനായാണ് എസ്റ്റേവോ കളത്തിലെത്തുന്നത്. മരസ്കിയുടെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കളിയുടെ വിധിയെഴുതി. ഇംഗ്ലീഷ് മണ്ണിൽ എൻ്റെ ആദ്യ ഗോൾ, അതും ഇതുപോലൊരു വലിയ മത്സരത്തിൽ. എന്നിൽ വിശ്വാസമർപ്പിച്ച മരസ്കയ്ക്ക് നന്ദി. എസ്റ്റേവോ മത്സരശേഷം ഇങ്ങനെ പറഞ്ഞു വെച്ചു: പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചിട്ട് 18 മാസം പിന്നിടുമ്പോഴേക്കും യൂറോപ്യൻ ഫുട്ബോളിലെ ജയന്റ് ക്ലബ്ബുകളിൽ ഒന്നിൻ്റെ റഡാറിലെത്തുക, ദിവസങ്ങൾക്കുള്ളിൽ ആ ട്രാൻസ്ഫർ സംഭവിക്കുക. സ്വപ്നതുല്യമാണ് എസ്റ്റേവോയുടെ ഫുട്ബോൾ സഞ്ചാരങ്ങൾ. 34 മില്യൺ യൂറോക്കാണ് ചെൽസി എസ്റ്റേവോയെ 2024 ജൂണിൽ പാമറാസിൽ നിന്ന് റാഞ്ചുന്നത്. അന്ന് അയാൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ട് പോലുമില്ല.